ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ആത്മീയ ചൈതന്യമുണർത്തി മജ്ലിസ് അൻസാറുല്ല തൃശൂർ പാലക്കാട് ജില്ലാ റിഫ്രഷർ കോഴ്സ് സംഗമം ഭാരവാഹികളുടെ പങ്കാളിത്തത്തോടെ വിജയകരമായി പൂർത്തിയാക്കി. ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ആത്മീയ ചൈതന്യമുണർത്തി മജ്ലിസ് അൻസാറുല്ല തൃശൂർ പാലക്കാട് ജില്ലാ റിഫ്രഷർ കോഴ്സ് സംഗമം നടന്നു. അഖിലേന്ത്യാ വയോജന സംഘടന വൈസ് പ്രസിഡന്റ് M താജുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹബീബുല്ലാഹ് പാലക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൊയ്തീൻകുട്ടി പള്ളിപ്പുറം ഖുർആൻ പാരായണവും മുബഷീർ അഹമ്മദ് മുറിയക്കണ്ണിയും പദ്യാലാപനവും നടത്തി. एक रात मफासिद की वो तेरा बता रही जो नूर की हर शम्मा जुल्मात पे वाराई. തുടർന്ന് നടന്ന തർബിയത്ത് ക്ലാസിന് മുൻ ജില്ലാ അമീർ സുലൈമാൻ മാസ്റ്റർ കാവശ്ശേരി നേതൃത്വം നൽകി. ഈ സെഷനിൽ മുൻ ജില്ലാ പ്രസിഡന്റ് N അബ്ദുൾ ബഷീർ അലനല്ലൂർ അധ്യക്ഷനായിരുന്നു. തൃശൂർ പാലക്കാട് ജില്ലാ ഇൻചാർജ് മൗലവി ഖമറുദ്ദീൻ ചടങ്ങിൽ ആശംസകൾ നേർന്നു. റിഫ്രഷർ കോഴ്സിനോടനുബന്ധിച്ച് നടന്ന വിപുലമായ ചർച്ച വേദിക്ക് വിവിധ ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി. ചേലക്കര, ചാവക്കാട്, പാലക്കാട്, മണ്ണാർക്കാട് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ഭാരവാഹികൾ ആത്മീയ സംഗമത്തിൽ സജീവമായി പങ്കെടുത്തു. ആത്മവിമർശനത്തിന് തയ്യാറാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത്, അത് നമ്മിലെന്ത് പരിവർത്തനമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മിലെന്ത് മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിമർശനം എന്നത് ആത്മവിമർശനം മാത്രമാണ്. പൊതുവായിട്ടുള്ള വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമല്ല. എന്നാൽ നമുക്ക് ആത്മവിമർശനം നടത്താം. നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് നെഹ്റുജി നടത്തിയതുപോലെ ആത്മവിമർശനം നടത്താം. അപ്പോൾ ഇവിടെ ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഇവിടെ പ്രഥമ അഭിസംബോധകൻ ഞാൻ തന്നെയാണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ബാധകമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാരവാഹികൾക്ക് വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം, ഭാരവാഹികൾ എല്ലാവരും മാതൃക യോഗ്യരായിരിക്കണം എന്നുള്ളതാണ്. തിരുമനസ് ഒരു ഭാഗത്ത് പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ഇമാം സയ്യിദ്ന ഹസ്രത്ത് അമീർ മോമിൻ തിരുമനസ് പറയുന്നു, അള്ളാഹു തിരഞ്ഞെടുത്ത ഭാരവാഹികൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ സാമൂഹികമായ അമാനത്ത്, അതായത് സൂക്ഷിപ്പ് മുതലാണെന്ന് മനസ്സിലാക്കി ആ അമാനത്തിന്റെ കടമ നിറവേറ്റുക. തങ്ങളുടെ എല്ലാ കഴിവുകളും മുഖേന ആ ഉത്തരവാദിത്തം നിർവഹിക്കുക. തങ്ങളുടെ സമയത്തിൽ നിന്ന് സമയം നൽകുക. CCV ന്യൂസ്, ചേലക്കര.